ആ ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. എന്താ കുട്ടി പറയൂ. ഒരു ഹദീസിൽ വന്ന കാര്യമാണ് കീഴ്വായുവിന്റെ പറഞ്ഞ ഒരു പരാമർശം. കീഴ്വായു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. എങ്ങനെ എന്തിച്ചാലും നിൽക്കാത്ത വിധം ചിലപ്പോ ധാരാളമായി കീഴ്വായു പോയി ഒന്നും ചെയ്താലൊന്നും അവർക്ക് നിൽക്കുന്നില്ല. അത്തരം ചില ആളുകൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഘട്ടത്തിലാണ് നബിയോട് ചോദിച്ചത് കീഴ്വായു പോകുന്നത്. പക്ഷെ എനിക്ക് പോയോ ഇല്ലേ സംശയം. കീഴ്വായു പോയോ ഇല്ലെന്ന് സംശയമുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ശബ്ദം കേൾക്കുകയോ സ്മെല്ല് വരികയോ ചെയ്യുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആ ഒരു വിഷയത്തിലാണ്. കീഴ്വായി പോയാലും ഒന്നും മുറിയാന്നല്ല, കീഴ്വായി പോയി ഉറപ്പുണ്ടോ ഒന്നും മുറി. പക്ഷെ സംശയം കീഴ്വായി പോയില്ലേ. അപ്പൊ ആ സംശയത്തിന് പേര് മാത്രം അവൻ നിസ്കാരത്തിൽ ഒഴിഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പൊ പോയോ ഇല്ലെന്ന് ഉറപ്പിക്കാനുള്ള രണ്ട് മാർഗ്ഗമാണ്. ഒന്നിൽ സ്മെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ വാസന ഉണ്ടാവും. അതാണ് ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ വാസന ഉണ്ടാകുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല. അങ്ങനല്ല, അങ്ങനെയാണ് കാര്യങ്ങള്. അത് ഈ വസ്വാസം ഇങ്ങനെ പോയ സംസ്കൃതി ഉണ്ടാക്കി വരിക, പിന്നെ വേണ്ട വസ്വാസ്. അപ്പൊ അത് വേണ്ട, ഒരു കാര്യം കണ്ട അങ്ങനെ തോന്നലിന് കാര്യമാക്കേണ്ടതില്ല. എനിക്ക് കീഴ്വായി പോയി ഉറപ്പായാൽ ഒതുമുറി കണക്കാക്കിയാൽ മതി. അതാണ് അതിന്റെ ആശയം. അത് വെച്ചുകൊണ്ട് കീഴ്വായി പോയാലും സ്മെല്ലില്ലെങ്കിൽ ഒതുമുറിയില്ല എന്നില്ല. കീഴ്വായി പോയി ഉറപ്പാണ്, സ്മെല്ലില്ല, വാസനയില്ല, സൗണ്ടില്ല, എന്നാ പിന്നെ പ്രശ്നമില്ല എന്നർത്ഥമില്ല. Tapa el mango, salió en potencia de algo. Esto no es joda, chicos. No pares. No pares, está rompiendo recorrido, no pares. Ay. Amigo, 40 segundos. 40 segundos de pedo, chaval. 40 segundos de pedo. Dobló. Dejé la vida, me bajó la presión. Espero que no haya dejado nada más, amigo, porque... ¿Te cagaste? ¿Te cagaste? No, gracias a Dios no. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വ്യക്തി പരാതി പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നമസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹത്തിന് കീഴ്വായു പോയതായി തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, ലാ യൻഫതിൽ ഔ ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അങ്ങനെ തോന്നലുണ്ടായാൽ നീ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കരുത്. വ്യക്തമായി നീ ഒരു ശബ്ദം കേൾക്കുകയോ അതല്ലെങ്കിൽ കീഴ്വായു പോയാൽ ഉണ്ടാകുന്ന ഗന്ധം അതുണ്ടാവുക, അതല്ലെങ്കിൽ ശബ്ദം കേൾക്കുക, ഇത് രണ്ടുമാണ് അതിന്റെ അടയാളം. ഈ രണ്ട് രൂപത്തിലുമാണ് അത് ഉണ്ടാകുന്നത്. അത് വ്യക്തമായ നിലക്ക് നിനക്ക് ബോധ്യപ്പെട്ടാലല്ലാതെ കേവലം തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അങ്ങനെ പോവേണ്ടതില്ല. അഥവാ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ വ്യക്തമായ ശബ്ദം കേട്ടു, അതല്ലെങ്കിൽ ഗന്ധമുണ്ടായി, അത്തരം സാഹചര്യത്തിലെ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതുള്ളൂ. അതല്ലാത്തതൊക്കെ വസ്വാസാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വളിവിടുന്നൊരു മോനും വളിക്ക് വിളിയേക്കുന്നൊരു തള്ളയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വളിവിട്ട കൊതത്തെ ശങ്കിക്കവേണ്ട. അഹദുകും ഫീ ബത്നിഹി ഷൈഅൻ ഫഅഷ്കല അലൈഹി അഖറജ മിൻഹു ഷൈഉൻ അം ലാ ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദ്. കൊതത്തെ ശങ്കിക്കവേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. ജിദി ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹ. നിങ്ങളിൽ ആർക്കെങ്കിലും വയറ്റിൽ ഒരു പ്രയാസം അനുഭവപ്പെട്ടു? ചില ആളുകൾക്ക് വയറ്റിൽ ഗ്യാസ് ഒക്കെ വന്ന് നിറഞ്ഞാലും അതേപോലെയുള്ള സാഹചര്യത്തിൽ വയറ്റിൽ വല്ലാത്തൊരു ഇളക്കം തോന്നും. അപ്പോൾ ചില ആളുകൾക്ക് തോന്നും കീഴ്വായു പോയോ ഇല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഒരു തോന്നൽ കാരണത്താൽ നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു പള്ളിയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. മറിച്ച് വ്യക്തമായി നിങ്ങൾ ഒരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ഗന്ധം അനുഭവപ്പെടുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതുള്ളൂ. അക്രമക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ മാന്യത നൽകട്ടെ, മഹത്വം നൽകട്ടെ, ആദരവ് നൽകട്ടെ. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നാം വളരെ വ്യക്തമായി വിശദമായി പറയാനുള്ള കാരണം നമുക്കറിയാമല്ലോ. പല ആളുകളും ഇതേപോലുള്ള വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഇതേപോലുള്ള വിഷയങ്ങളല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യലാണ്. ആ ഇബാദത്ത് ഏതെല്ലാം രൂപത്തിൽ ചെയ്യണം, എപ്പോഴാണത് സ്വഹീഹാകുന്നത്, എപ്പോഴാണത് ബാത്തിലാകുന്നത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം എന്നുള്ളത് ഇതുപോലെയുള്ള ഒരാള്
വളി വിട്ട് കഴിഞ്ഞാൽ അതെന്തോ ഇന്റർനാഷണൽ പ്രോബ്ലമായിട്ട് പൊക്കിക്കൊണ്ട് നടന്നിട്ട് ആർമി അത് വളിയുടെ പേരിൽ ഫൈറ്റ് കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കീഴ്വായു പോകലാണ് അശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ മുഖം മൊഴിയാൻ അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടാകാനുള്ള ഒരു കാരണം കീഴ്വായു പോവുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ വളി. ഇതിന് വലിയൊരു വിശദീകരണം കൊടുക്കേണ്ടത്. കാരണം കീഴ്വായു പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോകുന്നത് അസ്വാഭാവികമായി പോകും. ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ ഗോവിന്ദേട്ടനാ മോൻ കണ്ടറിയാട്ടാ. സ്വാഭാവികമായി പോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്യാസ് തന്നെ നിന്നിട്ട് ശബ്ദമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ കണ്ട് സ്വാഭാവികമായി പോകുന്ന ഗ്യാസ്, അത് ഉളു മുറിയുന്നതിന്റെ പരിഗണനയിലുള്ളതല്ല. അത് സ്വാഭാവികമായി പോകുന്നതാണ്. സ്വാഭാവികം. ഒരാൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉളു കൊടുക്കാം, അത്ര തന്നെ. എന്നാൽ അസ്വാഭാവികമായി പോകുന്നത് വലിയ ശബ്ദത്തോടുകൂടെ ദുർഗന്ധത്തോടുകൂടെ പോകുന്നത് ഇത് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ഒന്നു കൊടുക്കേണ്ട അതേ ഹുക്മിൽ തന്നെ ഒന്നു കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, ഒരാളുടെ മലദ്വാരത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു. അത് അവന്റെ കണ്ണാണ്, രണ്ട് കണ്ണുകളാണ്. ഇത് കഴിഞ്ഞില്ലേ? നാലാമത്തേത്, വികാരത്തോടും കൂടെ മറയില്ലാതെ ലൈംഗിക അവയവം സ്പർശിക്കലാണ്. വൃത്തികെട്ടവൻ ശവം. വെറുതെ നമ്മളിപ്പോ തുണി മാറുന്ന സമയത്ത് ഷർട്ട് ഇടുന്ന സമയത്ത് ഒന്ന് തൊട്ടു, വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. അതൊക്കെ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഒന്നും എടുത്തിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നും എടുത്തിട്ട് വന്ന് പള്ളിയിലേക്ക് പോണ സമയത്ത് ട്രൗസർ ഇടുന്ന സമയത്ത് ഒന്ന് തൊട്ടു. ആ സ്പർശനം ഒന്നു മുറിക്കുന്നതല്ല, മറിച്ച് നമുക്കറിയാം സ്പർശനത്തിന്റെ സ്വഭാവം എന്താണ്. വൈകാരികത ബാധിച്ചുകൊണ്ടുള്ള സ്പർശനമാണ് എങ്കിൽ ആ സ്പർശനം ഒന്നു മുറിയുന്നതാണ്. ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. നമ്മളെല്ലാവരും മദ്രസയിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒന്നെന്താ, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ല വസ്തുവും പുറപ്പെടുക. പുറപ്പെട്ടു അല്ലേ? വലോരീഹൻ, അത് കീഴ്വായു ആയാലും ശരി, നമ്മളൊക്കെ പഠിച്ചതാ. അതുപോലെ സ്ത്രീ പരപുരുഷന്മാർ തമ്മിൽ തൊലി തമ്മിൽ ചേരുക, അതുപോലെ തന്നെ പിന്നെ മുൻകൈയിന്റെ പള്ളം കൊണ്ട് ഗുഹ്യസ്ഥാനം തുറക്കുക, എന്നതൊക്കെ ഒന്ന് മുറിയുന്ന എല്ലാവർക്കും അറിയാം. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. മലമൂത്ര ദ്വാരങ്ങളിൽ വല്ലതും പുറപ്പെട്ടാൽ ഉളു മുറിയുന്നു മുജാഹിദ് പറയുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു നോക്ക് നിങ്ങൾ, കീഴ്വായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ ഉളു മുറിയുകയുള്ളൂ. എന്താ ഈ പറഞ്ഞത്? കീഴ്വായു പോയിട്ട് ഉളു മുറിയണമെങ്കിൽ എന്ത് വേണം? സുബ്ഹാനല്ലാഹ്, ചാർത്തുലച്ചു വലിച്ചു വരുന്ന സുനാമിയെ പോലെ പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ ബഹളമയമായ അന്തരീക്ഷം ഉണ്ടാകണം. ഇത് സാധാരണ കേരളല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്നാ ഓന്റെ ഒന്ന് മുറിഞ്ഞു കിട്ടിയത് തന്നെ വലില്ലാഹിൽ ഹംദ്. നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. റിനോഷ്, നമുക്കുണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഇല്ലേ? മുറി അല്ലെങ്കിൽ പിന്നെ മണപ്പിച്ചിട്ട് എരപ്പാക്കണം. കതീനെ പൊട്ടിച്ചാണ്ടാവും ജാതി മണം, ആ ജാതി മണം ഉണ്ടാവണം. വളി എന്നാലേ ഓന്റെ ഒന്ന് മുറിയുള്ളൂ എന്ന് പറഞ്ഞാല് ഏതാത് മതം ഞങ്ങൾക്ക് അറിയാൻ ചോദിക്കാം. കീഴ്വായു പോയ അപ്പൊ ആരും അറിയാതാണ് കീഴ്വായു പോയി എന്ന് വെക്കുക, ഓന്റെ ഒന്ന് മുറിയില്ല. എന്താ ശരിക്കും മാർക്ക് കൊടുക്കണ്ടാണ്. വലിയ അശുദ്ധിയുടെ കാര്യം പറയാതിരിക്കലാണ്, എനിക്ക് പറയാൻ മടി തോടുകയാണ്. വലിയ അശുദ്ധി എപ്പോഴുണ്ടാകല? എല്ലാവരും കാര്യങ്ങളും ഒന്ന് മനീക്ക് പുറപ്പെടുക, രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക, സ്ത്രീകളുടെ ആർത്തവരക്തം മുറിയുക, പ്രസവരക്തം, എന്നാലൊക്കെ കുളി നിർബന്ധം എല്ലാവർക്കും അറിയാം.
എന്നാ മുജാഹിദ് പറയുന്നത് കേട്ടോളുകൾ. പടച്ചോനെ, പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോ, വികാരം എന്ന ശഹവത്ത് അത് മൂർച്ഛിക്കുമ്പോ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ബീജം എന്ന് പറഞ്ഞ മനീയ്. അപ്പൊ മനീയ് ഒരല്പം പുറത്തു വന്നാലൊന്നും കുളിക്കേണ്ടതില്ല. ഒരു 10 റാത്തലുണ്ടെങ്കിൽ കുളിച്ചാൽ മതി എന്നല്ലതിന്റെ അർത്ഥം. ഇവർക്ക് ഇത് എത്ര പേരുണ്ടാവും എനിക്ക് അതും മനസ്സിലായില്ല. ഇതൊക്കെ മനുഷ്യരെ കൂടെ പറയാൻ പറ്റും. പാച്ച മലയാളത്തിൽ ഉളുപ്പ് കേട്ട ജാതി. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? പോയി അവിടെ ഈ ജാതി ഓരോന്ന് എഴുതി വെച്ചിട്ട് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാം. നോക്കുക, ഈ ഉളുപ്പ് വേണേ ഇല്ല, ഉളുപ്പില്ലാത്തവനായിപ്പോയി. ഇങ്ങനെ ഒരാൾ നോക്കികള് ഒരല്പം മനീജ് പുറപ്പെട്ടാല് കുളിക്കാതെ കൊടഞ്ഞു പോയാല് അവന്റെ പിന്നാലെ തുറന്ന് നിസ്കരിച്ചാൽ നിൽക്കാതെ ശരിയാവും. നിങ്ങൾ പറയും ഒരു 10 ഔൺസ് ഉണ്ടെങ്കിൽ അത് കുളിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന മതം ഏതാ ഞങ്ങൾക്ക് അറിയണില്ല. പൊതുസ്ഥലത്ത് വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഞാൻ തിന്നത് ചക്കക്കുരു, ഞാനിട്ടത് ചക്കവളി, ഞാനിന്നത് ചക്കക്കുരു, ഞാനിട്ടത് അവസ്ഥ. വളി എന്ന് പറഞ്ഞേരം, വളി എന്ന് പറഞ്ഞതിന് ആഹാരം പോലീസിനെ വിളിക്കുണ്ടാവും. ഇവര് പടം ഇത് പോലീസാണോ പറയുന്നത്? പോലീസ് എന്നല്ലേ